ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു മൗസ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് അൺബോക്സ് ചെയ്യാനുള്ള സാധനം ഞാൻ എവിടെ വീഡിയോ ഇട്ടേക്കണമെന്നറിയില്ല. വീഡിയോ ഉണ്ടെങ്കിൽ ചെറിയ ഷോർട്സ് ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിൽ യൂട്യൂബ് ഷോർട്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോർട്സ് കിടക്കുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണണമെങ്കിൽ ആ ഷോർട്സിൻ്റെ ഇത് പോയി എടുക്കുക. ഇതിപ്പോൾ മൗസ് പാഡിൽ ഇതാണ് ബ്ലാക്ക് കളർ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഒരു ഓൾഡ് ലെജൻഡ് എന്ന് പറയും. ലെജൻഡ് എന്നല്ല, ഓൾഡ് ഒരു ഗെയിമിംഗ് മൗസ് അങ്ങനെ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൗസാണിത്. അപ്പോൾ ഇതാണ് ലോജിടെക്കിൻ്റെ G304. ഇത് പഴയ മൗസാണ്. 5-6 വർഷം പഴക്കമുള്ളൊരു മൗസാണിത്. ഇത് നമുക്ക് ഇപ്പോൾ ഇതിന് സോഫ്റ്റ്വെയറിൽ ഞാൻ നോക്കിയപ്പോൾ ഇതിന് സപ്പോർട്ട് ആകുന്നില്ല ഈ ഒരു സംഭവം. ഇപ്പോൾ ഞാൻ മേടിച്ചതൊരു ബഡ്ജറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ഇതിൽ നോക്കി സോഫ്റ്റ്വെയറിൽ നോക്കിയപ്പോൾ ഇതിന് സപ്പോർട്ടില്ല. ഇതൊരു 5-6 വർഷം പഴക്കമുള്ള ഒരു മൗസാണിത്. ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഇതൊരു അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഓപ്ഷനാണിത്. പിന്നെ നിങ്ങൾക്ക് G305 കിട്ടും. അപ്പോൾ അത് ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇത് G304 ആണ്, കണ്ടല്ലോ. ഇതൊരു G304 ആണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1000 ഹെർട്സ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ സെൻസർ തന്നെ ഹീറോ സെൻസറാണ്. ലോജിടെക്കിൻ്റെ ഹീറോ സെൻസറാണ് ഇതിനകത്ത് തന്നെ. ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഹീറോ സെൻസർ അതിനകത്ത് തന്നെ. ഇത് ഇത് വയർലെസ് ആണ്, പക്ഷേ ഇത് ചാർജബിൾ മൗസ് അല്ല. ചാർജബിൾ മൗസ് അല്ല. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇത് തുറന്ന് ഇങ്ങനെ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇത് AA ബാറ്ററി വർക്ക് ചെയ്യുന്നൊരു മൗസാണ്. ഈ AA ബാറ്ററി ഇട്ടിട്ട് എനിക്ക് വലിയ വെയിറ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ പല യൂട്യൂബേഴ്സിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഭയങ്കര എന്ന് വെച്ചാൽ ഈ AA ബാറ്ററി ഇടുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു വെയ്റ്റ്ലെസ്, അത്യാവശ്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു വെയിറ്റ്, ഓക്കെ വെയിറ്റാണിത്. ഒരു സ്മൂത്ത് ഗെയിം പ്ലേക്ക് എനിക്കിത് ആവശ്യം, ഇത് മതി. പിന്നെ ഇതിൻ്റെ ഒപ്പം വരുന്ന ഒരു ഡോങ്കിളാണ് ഇതാണ് ഇതിൻ്റെ ഒപ്പം വരുന്ന ഡോങ്കിള്. ഇത് പിന്നെ ഒരു ഇതിൻ്റെ പൊക്കത്ത് G എന്ന് എഴുതിയിട്ടുണ്ടാവും. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ പൊക്കം G എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ലോജിടെക്കിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അവർ ശരിക്കും തരേണ്ടതാണ്, പക്ഷേ എനിക്ക് തന്നില്ല. ഒരു എക്സ്റ്റെൻഡർ തരേണ്ടതാണ്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഇനി ലോജിടെക് G305 കിട്ടുമായിരിക്കണം. 4 ഇതിലെനിക്ക് കിട്ടിയില്ല. ഇതിൻ്റെ വേറെ എഡിഷനാണെന്ന് തോന്നുന്നത്. ഇതിന് പല കളറുണ്ട്. ബ്ലാക്ക്, പിന്നെ എന്തോ പർപ്പിൾ പിങ്കോ പർപ്പിൾ ബ്ലൂവോ എന്താണ്ടോ ഉണ്ട്. പിന്നെ വൈറ്റ് എഡിഷൻ ഉണ്ട്. എനിക്ക് പേഴ്സണലി വൈറ്റ് എഡിഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നിങ്ങൾ ഇത് മേടിക്കുന്ന സമയത്ത് ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് ഇതാക്കണം. ഈ ഒരു സൈഡിലൊക്കെ അഴുക്ക് കയറി പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പ് ഇവിടുത്തെ ഗ്രിപ്പ് പോലെ അല്ല. ഇവിടെ അത്യാവശ്യം ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പോലെ അല്ല. ഇതൊരു സ്മൂത്ത്, ഇതും ഈ ഒരു ഭാഗങ്ങൾ മുഴുവൻ സ്മൂത്ത്, ഒരു മാറ്റ് സ്മൂത്ത് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തമ്പ് റെസ്റ്റ് ചെയ്യാനും, പിന്നെ ഇപ്പം ഞാൻ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇത് ക്ലോ ഗ്രിപ്പ്, ഇങ്ങനെ പിടിക്കുന്നത്. ഇത് ക്ലോ ഗ്രിപ്പാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഞാൻ വാലറൻറ്റ് കളിക്കുന്നത്. സോ ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ തമ്പ് ഇവിടെ വരും. പിന്നെ 2 സ്മോൾ ഫിംഗറും റിംഗ് ഫിംഗർ ഇവിടെയാണ് വരുന്നത്. സോ ഇവർക്ക് നല്ല ഇങ്ങനെ സ്ലൈഡായി പോകുന്നൊരു ഫീലില്ല. ഇവർ പറഞ്ഞത് ഗ്രിപ്പ് കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ഒരു ഗ്രിപ്പിൽ എൻ്റെ കൈ ഇങ്ങനെ സ്വെറ്റാവില്ല. അതുകൊണ്ട് ഇവിടെ രണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് സ്മൂത്താണ്. പിന്നെ ഇവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോഗ്രാമബിൾ ബട്ടൺസാണ്. ഇത് ഗെയിമിൽ ഇൻ ഗെയിമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
സോ ഈ ഒരു സംഭവം നമുക്ക് ഗെയിമിൽ കയറിയിട്ട് ഷൂട്ടിങ്ങോ റീലോഡ്, ഞാൻ ഇത് റീലോഡും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ സൗണ്ടാണിത്. ഇതാണ് ഇതിൻ്റെ സൗണ്ട്, ബട്ടൺസിൻ്റെ സൗണ്ട്. ഈ സ്ക്രോൾ വീലും ഞാനൊന്നും പ്രോഗ്രാം ചെയ്തിട്ടില്ല. സ്ക്രോൾ വീലിൽ അത്യാവശ്യം ഓക്കെ സ്ക്രോൾ വീലാണിത്. പിന്നെ ഇത് സ്മൂത്തായിട്ട് നെങ്ങുന്നുണ്ട്. എൻ്റെ പഴയതാണെങ്കിൽ അത്യാവശ്യം ഒരു ഹാർഡായിട്ടേ നെങ്ങത്തുള്ളത്. ഇതും ലൈക്ക് നേരത്തെ എനിക്ക് കുറച്ച് നേരത്തെ ഒരു ഇത് മേടിച്ച സമയത്ത് ഇവിടെ ഈ ഒരു കോർണറിൽ പതുക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു എന്തോ ഒരു സൗണ്ട് വരുമായിരുന്നു, സ്ക്വീക്ക് ചെയ്യുന്ന പോലെ സൗണ്ട്. പക്ഷേ ഇപ്പം ഇല്ലത്. ഇപ്പം ഞാൻ ഒരു മാസം ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ സൗണ്ടില്ല, പക്ഷേ ആ സമയത്ത് സൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ യൂസ് ചെയ്ത് അറ്റ് ലാസ്റ്റ് ഇത് ഫിക്സ് ആയിട്ടുണ്ട്. അത് ഫിക്സായി. പിന്നെ എനിക്ക് ഇത് വെച്ചിട്ട് ഒരു ഓക്കെ ഗെയിമിങ്ങിനും പെർഫെക്റ്റ് ആണിത് എനിക്ക്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ അടിയിൽ ഈ സ്കേറ്റ്സിൻ്റെ അടിയിലായിട്ട് പ്ലാസ്റ്റിക് കോട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഈ സംഭവം, ഇത് 4 എണ്ണത്തിൻ്റെ അടിയിലും ഉണ്ട്. ഇത് 4 ഞാൻ പറിച്ച് കളഞ്ഞതിന് വീഡിയോ ഉണ്ടാവണം എൻ്റെ കയ്യിൽ, ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാം. ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക്കാണ് ഈ കാണുന്നത്. ഈ ഒരു ഇതാണ് നിങ്ങൾ ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക്. ഉണ്ടോ പൊയ്യോ വേണ്ട, ഇത് ഈ ഒരു ഡോട്ട് സ്കേറ്റിൻ്റെ പ്ലാസ്റ്റിക്കാണ്. ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്കേറ്റ്സ് സ്ക്രാച്ച് ആകത്തില്ല. മൗസ് പാഡ് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സ്കേറ്റ് സ്ക്രാച്ച് ആകത്തില്ല. പക്ഷേ ഇത് ഇടാതെ ആണ് താഴ്ത്തിട്ട് വരച്ച് ഇതാക്കണമെങ്കിൽ ഇത് സ്കേറ്റ്സ് 4 സ്ക്രാച്ച് ആകും. 4 5 6 ഉണ്ട് സ്കേറ്റ്സ്. ഇവിടെ പ്ലാസ്റ്റിക് ഉണ്ട്, പക്ഷേ ഞാൻ പറിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ പറിക്കാത്തത്. പക്ഷേ ഇത് 4 പറിച്ചാൽ മതി. ബിക്കോസ് ഇതാണ് ഫസ്റ്റ് ടേബിളിൽ ഈ മാറ്റിൽ ടച്ച് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ ഇത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗെയിമറാണെങ്കിൽ, സ്നൈപ്പറാണെങ്കിൽ ഓക്കെ, സ്നൈപ്പറിന് അത്യാവശ്യം പിടിച്ച് മതുക്കെ വേണം ആക്കാൻ. പക്ഷേ ഇത് ഞാൻ പിന്നെ ഒരു വാലറന്റിൽ ഞാൻ ഡ്യുവലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു അവനിത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞു ഇത് ഭയങ്കര ഗ്രിപ്പാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്ര ഗ്രിപ്പെന്ന് വെച്ചപ്പോഴാണ് താഴെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ച് നോക്കി. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് അങ്ങ് വന്ന്. ഇത് ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതെനിക്ക് പ്ലാസ്റ്റിക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്മൂത്ത് ഫീൽ വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ റിവ്യൂ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഒരാൾ പറയുന്നുണ്ട് ഇത് ഭയങ്കര ഗ്രിപ്പാണ് ഈ പ്ലാസ്റ്റിക്, ഈ ഒരു ഗ്രിപ്സിന്. അപ്പോൾ എന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ വരാൻ? ബിക്കോസ് എന്തായാലും ഗെയിമിംഗ് മൗസാണ്, അപ്പോൾ സ്മൂത്ത് ആയിരിക്കണം. ഞാൻ പിന്നെ വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇവിടെ പീലായിരിക്കും. പിന്നെ അതൊന്ന് ഇങ്ങനെ കാണിച്ചപ്പോൾ പ്ലാസ്റ്റിക് ഇങ്ങനെ പോകുന്നു. ഫസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അയ്യോ എന്താ സംഭവം ഇങ്ങനെ തന്നെ. പിന്നെ പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചത്. ഇവിടെ പ്ലാസ്റ്റിക് ഇപ്പോഴും ഉണ്ട്, ഇത് ഞാൻ പറിക്കാത്തത്. ഇതാണ് അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന പ്ലാസ്റ്റിക്. ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് കഴിക്കുന്ന പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡോങ്കിൾ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഡോങ്കിൾ ഇതിനൊരു എക്സ്റ്റൻഷൻ മേ ബി G3 5 കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി ലോജിടെക്കിൻ്റെ മൗസസിൽ G3 5 മേ ബി ഡ്യൂറസെൽ ബാറ്ററി വിത്ത് ഡോങ്കിൾ എക്സ്റ്റെൻഡർ പിന്നെ ഈ ഡോങ്കിളും കിട്ടും. മേ ബി അതിൽ ഒരു ആപ്പിൽ കണക്റ്റ് ആവാമായിരിക്കും. ഇത് ആപ്പിൽ കണക്റ്റ് ആവണില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇവിടെയാണ് ബാറ്ററി ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഡോങ്കിൾ, ഇപ്പം നിങ്ങൾക്ക് ഈ ഡോങ്കിൾ ബോക്സിൻ്റെ അകത്തല്ല വരിക. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ഡോങ്കിൾ, ഈ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ടുണ്ട്, ഈ ഒരു പാർട്ടിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും ഡോങ്കിൾ ഇരിക്കുക. കണ്ടോ, ഈ ഒരു പാർട്ടിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും ഡോങ്കിൾ ഇരിക്കുക. കണ്ടോ, ഈ ഒരു പാർട്ടിൻ്റെ ഈ ഒരു പൊസിഷനിലായിരിക്കും ഡോങ്കിൾ ഇരിക്കുക. ഇപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും G3 4 ഇരിക്കുക.
പ്രോഗ്രാമബിൾ ബട്ടൺസ് 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സെൻസിറ്റിവിറ്റി ബട്ടനാണ്. ഇതാണ് അതിൻ്റെ ഇന്നർ പാർട്ട്. ഇത് അതിൻ്റെ കവറ്. ഇത് ക്ലോസ് ചെയ്യാനുള്ള കവറ്. ഓക്കെ, ഇതാണ് G305 4 G304. സ്കെയ്റ്റ്സ് നിങ്ങൾക്ക് എനിക്ക് കിട്ടാറുണ്ട്. നാട്ടിലത്തെ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ സ്കെയ്റ്റ്സ് അവന് കിട്ടണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഓൺ ഓഫ് ബട്ടൺ. ഇപ്പോൾ ഇത് ബ്ലൂ കളർ ഓണ്, ഇത് ഓഫ്. ഓക്കെ, സെൻസിറ്റിവിറ്റി 1000 ഹെർട്സ് ആണ് ഞാൻ കണ്ടത് ഇതിന്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം, ഇതിൻ്റെ താഴെ. പിന്നെ ഇത് ഞാൻ മേടിക്കാൻ ഈ ഒരു കറൻറ്റ് ഇതിൽ മേടിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. എനിക്കൊരു കുറച്ചും കൂടി ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ G305 മേടിക്കുക. ഇതൊരു നമ്മുടെ ബഡ്ജറ്റിൽ ഇതൊരു ബെസ്റ്റ് മൗസാണ് ഈ ഒരു സംഭവം. അപ്പോൾ G304 മേടിക്കണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് നാട്ടിലുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നാട്ടിൽ നിന്ന് മേടിച്ചതല്ല, ഞാൻ ഇവിടെ ഇത് ബഹറിനാണ്. അപ്പോൾ ബഹറിൽ നിന്ന് മേടിച്ചാൽ ഞാനിത് ഇതിൻ്റെ ഒരു 2.3 ദിനാർ 2.3 ദിനാറിന് കിട്ടിയൊരു മൗസാണ്. ഇത് 5 ദിനാറിൻ്റെ മൗസാണ്. ലൈക്ക് 5 ദിനാർ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 1000 രൂപ. പക്ഷേ എനിക്ക് 2.3 കിട്ടിയതാണ്. നാട്ടിലത്തെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം. ബഹറിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ബഹറിലെ അലി എക്സ്പ്രസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് അവിടെ പോയി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ G305 ലിങ്ക് ഇട്ടേക്കാം. അത് മേ ബി ബെറ്റർ, അത് മേടിക്കുന്നതായിരിക്കും. എനിക്കറിയില്ല അതിന് സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന്, ബിക്കോസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല G305. സെയിം എക്സാക്റ്റ് കോപ്പി, ഒരു ട്വിൻ ബ്രദറിനെ പോലെ തന്നെയാണ് G305 ഇരിക്കുക. സെൻസർ എനിക്കറിയില്ല, സെൻസറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ലാത്തതുകൊണ്ട് ഇത് വരുന്നത് ഹീറോ സെൻസറാണ് ഇതിന് വരുന്നത്. ലോജിടെക്കിൻ്റെ ഹീറോ സെൻസർ. നമ്മൾ പൈസ കൊടുത്തതിൽ വേർത്ത് സാധനമാണിത്, അത് എനിക്ക് പറയാനുണ്ട്. പിന്നെ വേറൊരു കാര്യം, DPI സ്വിച്ചാണിത്. ഓൺ ആക്കുക. അപ്പോൾ ഓക്കെ, വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഓൺ ആകുമ്പോൾ ഈ ലൈറ്റ് എത്തും, പിന്നെ അത് ഓഫാകും. പിന്നെ നമ്മളിങ്ങനെ ഓടിക്കുന്ന സമയത്തോ ക്ലിക്ക് ചെയ്യുന്ന സമയത്തോ ഈ ലൈറ്റ് വരില്ല. പിന്നെ ഇത് DPI സ്വിച്ച് നിൽക്കുമ്പോൾ ലൈറ്റ് വരും. ഇതിപ്പോൾ ഓറഞ്ച് ഇതാണ് കിടക്കുന്നത്. റെഡാണ് ഏറ്റവും കൂടിയ DPI. അത് കഴിഞ്ഞാൽ ഗ്രീൻ, അതിൻ്റെ കുറവ്, അതിൻ്റെ ഒരു 2% 3% കുറവുള്ള DPI ആണിത്. അത്ര എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ബിക്കോസ് റെഡും ഗ്രീനും തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. പിന്നെ ബ്ലൂ ഉണ്ട്. ബ്ലൂ ഒരു 20% കുറവ്. പിന്നെ ബാക്ക് ടു യെല്ലോ. ഇതും എനിക്ക് റെഡിൻ്റെ ഒരു ബ്ലൂവിനേക്കാളൊരു കൂടുതലാണ്. ബിക്കോസ് ഓറഞ്ച്, റെഡ്, ഗ്രീൻ, പിന്നെ ബ്ലൂ ആണ് ഏറ്റവും കുറവ് സെൻസ് ഇതിനകത്തിരിക്കുന്നത്. റെഡ് മീഡിയം, ഫസ്റ്റ് ലാസ്റ്റ് അങ്ങനത്തെ എന്തോ സംഭവമാണിത്. ഇങ്ങനെയാണ് വർക്കിങ്. ഓറഞ്ചാണ് ഏറ്റവും കൂടിയ സെൻസ് ഇതിനകത്ത്. റെഡ് ഇങ്ങനെ ഓടിക്കളിക്കും, അങ്ങനെ ഒരു സ്മൂത്ത് ടൈപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഓറഞ്ചാണ് ഏറ്റവും കൂടുതൽ സെൻസ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറുതായിട്ട് നീങ്ങുമ്പോൾ അപ്പുറത്തെ ബസ്സിലോട്ട് ഇപ്പുറത്തെ ബസ്സിലെ വനുണ്ട്. റെഡ് അങ്ങനെയല്ല, കുറച്ച് ഇതാണ്. പിന്നെ എനിക്ക് ഈ സംഭവം ഞാൻ വെച്ചതുകൊണ്ടാണോ അറിയില്ല. അതാണ് ഈ മൗസിൻ്റെ പ്രത്യേകത. ഞാൻ പേഴ്സണലി ഓർജിച്ച് കളിക്കുന്നത്. സോ ഈ മൗസ് വെച്ചിട്ട് വാലറന്റ് കളിക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വാലറന്റ് കളിക്കുന്ന ഈ മൗസ് വെച്ചിട്ടുള്ള വീഡിയോ ഇടും. പിന്നെ ഞാൻ പ്രീമിയർ ടീമിലുള്ളത് കൊണ്ട് കുറച്ച് വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വരുന്നത്. സോ അടുത്ത അൺബോക്സിങ് വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ വരാം. ഓക്കെ, ബൈ.